ഇന്നിപ്പോൾ പെൺകുട്ടികൾക്കൊന്നും കല്യാണം വേണ്ട. ഞാൻ ഇപ്പോൾ പഠിച്ചാണ് ഞാൻ പഠിച്ച പഠിപ്പിൻ്റെ ഉസാർ ഇങ്ങനെ കണ്ടാവും പോലും ഇങ്ങനെ മറിച്ചാൻ പോയതാ. BEdും PG ഒക്കെ ഇപ്പോൾ കൊണ്ടുവരും ഒന്നായിട്ട് ഇപ്പോൾ ഹോൾസെയിലായിട്ട് ചെയ്തത്. ഇതെത്ത് പഠിച്ചതിന് പോലെ പിന്നെ കാണാൻ ഒരു പുതിയാപ്പള്ളിയും കൊണ്ടിങ്ങനെയാണ് ഹാദിഹി PG ഇതന്നെ PGയും BEdും ഒക്കെ BEdും PG ഒക്കെ അതന്നെ പഠിക്കണീനൊന്നും ഇവിടെ ആരും എതിരില്ല. പക്ഷേ വാപ്പയും ഉമ്മയും വിവാഹത്തിന് ഒരുങ്ങുമ്പോൾ നിങ്ങൾ വിവാഹത്തിന് തയ്യാറാവണം. പഠിച്ചോ, അത് വിഷയമല്ല. പഠനം ഇവിടെ വിഷയമല്ല. പഠനം എപ്പോഴും പഠിക്കാം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അൽഹംദുലില്ലാഹ് വിവാഹത്തിന്റെ സമയമാകുമ്പോൾ ബാപ്പൻ്റെയും ഉമ്മൻ്റെയും പൊരുത്തം വാങ്ങണം. പൊരുത്തായിരിക്കുള്ളത് ഇന്ന് ജോലി ചങ്ങായി ഒരു ചുറ്റി കൊണ്ട് 5 ആളെ കൊന്ന ഓന് ചുറ്റിക്കേണ്ട ആവശ്യമുള്ളൂ. ഹംസനഫർ ഹലാസ് ആ സൈസാണ്. ഇവർക്ക് മുതലുണ്ടാക്കി വെച്ചിട്ട് ഞമ്മക്കെന്ത് കാര്യമാണ്? ഇവർക്ക് മുതലുണ്ടാക്കി വെച്ച് മരിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? എല്ലാം ഇങ്ങളെന്നെ അടിച്ചു പൊളിച്ച് മരിച്ചോളി. മക്കളോട് പറയാം മാണെങ്കിൽ നയിച്ചോളി. ഇത് ഞാൻ ഇനി ഒരു ബഗ്ദാദിക്ക് എനിക്ക് പോകാണ്ട്, ഈജിപ്തിക്ക് പോകാണ്ട്, അതുപോലെ തന്നെ ഷാദുലി മാമിന്റെ ഹദറത്തേക്ക് പോകാണ്ട്, ഷാഫി മാമിന്റെ ഹദറത്തേക്ക് പോകാണ്ട്. അതിനിപ്പോൾ ഷാഫി മാമിന്റെ ഹദറത്തേക്ക് മുമ്പിൽ 2 സെന്റ് ഞാൻ വെക്കും, ബാക്കിൽ പിന്നെ വെക്കും. എല്ലാം വിറ്റ് ബാക്കിയുള്ള സ്ഥലം കുറച്ചുള്ളതായി ഞാൻ എൻ്റെ പെണ്ണുങ്ങൾക്ക് കൊണ്ട് എഴുതി കൊടുക്കും. കാരണം ഓളെ സ്വർണ്ണം എടുത്ത് കണ്ടാണ് ഞാൻ ഈ പുര കയറ്റിയത്. ഓളേറ്റവും ഞാൻ കട. അതുകൊണ്ട് അപ്പം മക്കൾ മര്യാദയ്ക്ക് പണിക്കോ. അപ്പം പിന്നെ അപ്പം ഈ മക്കൾ ഇരുന്നിട്ടിപ്പോൾ മാപ്പാനെ മുതലുണ്ട് ഇയാൾ ഫുൾ അടിച്ചു പൊളിച്ച. ഇനി ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ നല്ലോണം ഒരു ഉംറക്കൊക്കെ കൊണ്ട് പോയിക്കോളി. ഉംറക്കൊക്കെ പോയിട്ട് അവിടെ ചെന്നിട്ട് ഒരു ബ്രോസൊക്കെ അൽബേക്ക് അടിച്ചിട്ടുണ്ട് പോരി. അപ്പോഴേ ഉംറ സഹിയാവുള്ളൂ എന്നൊരു റിപ്പോർട്ട് വേറെ ഉണ്ട്. അതെ, ലബ്ബൈക്ക് കഴിഞ്ഞാൽ ഉടനെ അൽബേക്ക് അടിക്കണം. അതെ, ലബ്ബൈക്ക് കഴിഞ്ഞാൽ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, അത് കഴിഞ്ഞാൽ പിന്നെ അൽബൈക്ക് അടിക്കണം എന്നൊരു റിവായത്തിന് ഏത് കിതാബിലാന്ന് ചോദിക്കരുത്. അതൊക്കെ ഞാൻ പറഞ്ഞ കിതാബേ. കാരണം നിങ്ങളൊക്കെ എൻ്റെ ടീമാന്ന് എനിക്കറിയാം. അതുകൊണ്ടാ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മക്കൾ നമ്മളെ കണ്ടിട്ട് നിൽക്കണ്ട. ഞാൻ കുറച്ച് പള്ളി കൊണ്ടുപോകും. ഇന്നാളൊരു മസ്ലഹത്തിന് പോയി. ഞാൻ ആ മസ്ലഹത്തിന് ബാപ്പ 2 പെണ്ണിട്ടിയതാ. മക്കൾ ഇങ്ങനെ ബാപ്പനെങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വടിമ വരുമ്പോ നിർത്തവര്. സുബ്ഹാനല്ലാഹ്. ഇയാളാകെ എടങ്ങേറായി. ഇയാൾ എന്നോട് പറയും പൊന്നാര് തങ്ങപ്പാപ്പ ഞാൻ ഇപ്പൊ കുടുങ്ങിയ സംഗതി. ഒന്നാമത്തിലെ സമാധാനം കേടുകൊണ്ടാണ് 2ാമത്തെ കിട്ടിയത്. മൊത്തം പ്രശ്നമായിപ്പോ. ഇനി എന്ത് ചെയ്യുന്നു? തങ്ങന്മാരാകുമ്പോൾ എല്ലാത്തിനും ഒരു പരിഹാരം കാണിച്ചിട്ടുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും. നിങ്ങൾ 2 കല്യാണം കഴിച്ചതിലുള്ള പ്രശ്നമൊന്നുമല്ല ഓൽക്കുള്ളത് ഈ 2 കല്യാണം കഴിച്ച് 2 കൂട്ടത്തിലുണ്ടാകുന്ന മക്കൾക്ക് നിങ്ങളെ മുതൽ മുഴുവൻ ഓരൊക്കെ കൊടുത്ത പ്രശ്നം എന്നാണ്. അവിടെ പ്രശ്നം. അല്ലാതെ വാപ്പ 2 പെണ്ണ് കെട്ടിയോ 3 കെട്ടിയോ 4 പെണ്ണ് കെട്ടിയോ അവിടെ അല്ല പ്രശ്നം. പ്രശ്നം കെടുക്കുന്ന ഉള്ള മുതൽ ഇനി എല്ലാവർക്കും കൂടിയൊക്കെ നമ്മക്കൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇയാള് നീച്ചെന്നിട്ട് പറഞ്ഞു, പിന്നെ എനിക്ക് ഇങ്ങോട്ട് എല്ലാവരും കാര്യം പറയാണ്ട്. ഞാൻ 2 കെട്ടി, നിങ്ങൾക്ക് എന്താ വേണ്ടി? ഞാൻ ഇൻഷാ അല്ലാഹ്, അയാൾ നല്ല വിഷമുള്ള ആളാ. ഇയാള് പറഞ്ഞ് ഞാൻ ഇൻഷാ അല്ലാഹ് എൻ്റെ മുതൽ മുഴുവനും പള്ളിക്കും മദ്രസക്കും കൊണ്ട് കൊടുക്കുക, നിങ്ങൾ ഇന്നെ കാക്കണ്ട. അപ്പൊ പ്രമാണ്ട വാപ്പേ നിങ്ങളെന്താ നിങ്ങൾ നന്നൽക്കുന്നോടെ. അൽഹംദുലില്ലാഹ് പെണ്ണുങ്ങളെ മുതലെടുത്തോലൊക്കെ കൊടുക്കണം. പെണ്ണുങ്ങളെ 10 പവനം സ്വർണ്ണം എടുത്ത് ഇങ്ങനെ നെളിഞ്ഞു കുത്തിരിക്കണ്ടല്ലോ. എത്ര കട വന്ന്? 74 72. അള്ളാ, 7,20,000 റുപ്യ കട. ഒന്ന് കണക്കൂട്ടി വെക്കാണ്. 50 ഒക്കെ എടുത്തോലും ഇങ്ങനെ ഉണ്ട് നെറ്റിമൊക്കെ നോക്കിയിട്ട് ഇവിടെ. നിങ്ങൾ പെരി പോയിട്ട് അടി നടക്കട്ടെ. നാളെ നമുക്ക് മസലത്ത് പറയാം. നാളെ ഇതൊക്കെ കട തന്നെയാണ്. മയമാക്കാന്റെ വീടിലുള്ള പഞ്ചസാരന്റെ കടവും കുഞ്ഞാപ്പൂവിനോട് പൊരുത്തപ്പെടിക്കൽ മാത്രമൊന്നല്ല കടമുള്ളത്. ഇതൊക്കെ കട. ഭാര്യമാരുടെ സ്വർണങ്ങൾ എടുത്തവർ, അത് കടാണ്. അതുകൊണ്ടാണല്ലോ കുലുമാലായ എത്ര സ്വർണം കൊടുത്തീനിയത്. കണ്ണൂരിൽ നിന്നാണെങ്കിൽ ഫ്രിഡ്ജ് കൊണ്ടുവന്ന എല്ലാ കണക്ക് മുഴുവൻ പറയും. പമ്പേഴ്സിന്റെ കണക്ക് വരെ പറയും. വളഞ്ഞ അങ്ങനെയാണ്. പമ്പേഴ്സിന്റെ കണക്ക് വരെ പറയും. എന്തോ ഒരു ഉഷാറിലപ്പ കുത്തിരിക്കണ്. അപ്പൊ എപ്പോഴും ഞമ്മക്കൊരു ബോധമാണ് ഇവരെ കുറിച്ച്. ഇവര് പമ്പേഴ്സിന്റെ കണക്ക് മുത്തരൂത്തങ്ങൾ പറഞ്ഞാൽ പറയോ, അതൊരു 3 വട്ടം ദിക്ർ ചൊല്ലിയിട്ട് ഉറക്ക ചൊല്ലിയിട്ട് കിടന്നാൽ മതി. എന്നാ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഈ സ്റ്റേജുമ്മലുള്ളതിനേക്കാൾ ഉഷാറുള്ള ആളുകൾ ഈ സദസ്സിലുണ്ടാവും. ഒരാളെ പറ്റിയും ഒരു കുറ്റവും പറയാതെ നല്ല നിലക്ക് ജീവിക്കുന്ന ആളുകൾ എത്രയോ ഉണ്ട് അല്ലേ? എത്രയോ ഉണ്ട്. ചിലപ്പോ നമ്മളിങ്ങനെ ഓനെങ്ങനെ ഇടങ്ങേറാക്കും. ഓനെങ്ങനെ ഇട്ട് ഇറങ്ങേറാക്കും. ഒന്നും മിണ്ടൂല.
അപ്പൊ മിണ്ടാതൊക്കെ എന്ന് പറയുമ്പോ പിന്നെ നമ്മൾ പിന്നെയും ഓന്റെ മേൽക്ക് കയറാൻ പോകും. ബഹുമാനപ്പെട്ട താഴവ ഉസ്താദ് പാടി, ചിലരോ ക്ഷമിക്കും നീ ധരിക്കും മൂടന. ചിലരിങ്ങനെ ക്ഷമിച്ചുകൊണ്ടിരിക്കും. ക്ഷമിക്കുന്നത് നാം കാണുമ്പോൾ അവനൊരു പൊട്ടനാണെന്ന് നമ്മൾ മനസ്സിലാക്കും. പക്ഷേ അമ്പും വില്ലും വെക്കുമ്പോൾ എന്തിനാണ് ആ വില്ല് ബേക്കോട്ട് വലിച്ചു പിടിക്കുന്നത്? ശക്തി കൂടാനാണ്. അല്ല, ശക്തി കൂടാനാണ്. അപ്പൊ നമ്മൾ പോയത്തക്കാരനാണെന്ന് പറയുന്ന മനസ്സിലാക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ വലിയ അടുത്തവരായിരിക്കും. അതുകൊണ്ട് അത്തരക്കാരാകുന്ന ആളുകളെ നന്നായി പേടിക്കണം. അവരൊക്കെ ഈ മജ്‌ലിസിലുണ്ട്. ആരും മൈൻഡ് ചെയ്യാത്ത ആളുകൾ നമ്മളെ സദസ്സിലുണ്ടാകും. അത്തരക്കാരാകുന്ന ആളുകളൊക്കെ ആമീൻ പറയുമ്പോ നമ്മളെ ദുആ അല്ലാഹു കബൂലാക്കും. അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് നമ്മൾ പൊരുത്തപ്പിടിച്ച് നമ്മൾ നന്നാവ് തന്നെ അതിനെ പ്രധാനമായി നന്നാവൽ തന്നെ. കുറേ നിസ്കരിക്കും, കുറേ ദിക്ർ ചൊല്ലും, കുറേ ദിയാർത്ത് ചെയ്യും. ഇതൊന്നും പോരാ. ഇതിൻ്റെയൊക്കെ മുമ്പ് നമ്മൾ അസ്ല് റെഡിയാവും. ഈ അസ്ല് റെഡിയാവാതെ ഒരു ദിക്റിലും കാര്യമില്ല, ഒരു സ്വലാത്തിലും കാര്യമില്ല.